ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ അതിശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലും ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലാണ് കാറ്റ് വീശിയടിച്ചത്. കരുണാപുരം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ 2 മണിക്കൂറോളമാണ് ഭീതിജനകമായ അന്തരീക്ഷത്തിൽ കാറ്റ് വീശിയത്. കൂട്ടാറിൽ വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. കനത്ത കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂട്ടാർ മേഖലയിലാണ് ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടായത്. 3 വീടുകൾക്ക് മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണത്. വീട്ടുകാർ ഓടി മാറിയതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായതും. വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾക്ക് മാത്രമല്ല, മേഖലയിലെ കൃഷിമേഖലയ്ക്കും കനത്ത പ്രഹരമാണ് കാറ്റേൽപ്പിച്ചിരിക്കുന്നത്. കരുണാപുരം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കർഷകരുടെ ഏലം, വാഴ, കുരുമുളക് തുടങ്ങിയ കൃഷിവിളകൾ വൻതോതിൽ നശിച്ചു. വിളവെടുപ്പിന് പാകമായ കൃഷികളാണ് മണിക്കൂറുകൾ നീണ്ട കാറ്റിൽ നശിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. നമ്മുടെ കൂട്ടാർ ശാന്തിപുരം ഭാഗത്ത് ഇങ്ങനെ കാറ്റാണ്. ഒരു 2 മണിക്കൂറുകളായി ഈ അതിശക്തമായ കാറ്റ് വീടിന് മുകളിലേക്കൊക്കെ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത പ്രദേശങ്ങളിലൊക്കെ മരങ്ങൾ ഒടിഞ്ഞും കൃഷി നശിച്ചും ഒക്കെ വളരെ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ എത്രയും പെട്ടെന്ന് എത്തണം, അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് ഈ അവസരം. ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ കാറ്റ് തുടരുകയാണ്. റവന്യൂ അധികൃതരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നു. വരും മണിക്കൂറുകളിലും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന അധികൃതർ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.